ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റ് മനസ്സിലാക്കുക എന്നതും അത് സമ്മതിക്കുക എന്നതുമാണ്. വളരെ എളുപ്പമുള്ള കാര്യം മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തി അത് പറഞ്ഞു നടക്കുക എന്നതുമാണ്. ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളോട് തന്നെ പറയേണ്ട കാര്യങ്ങൾ: ഇന്ന് എൻ്റെ ദിവസമായിരിക്കും. ഞാനായിരിക്കും അവിടെ ഏറ്റവും മികച്ചത്. ഞാനൊരു വിജയിയാണെന്ന് എനിക്കറിയാം എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന്. ദൈവം എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരിക്കും. പോസിറ്റീവായിരിക്കുക. സ്വയം വിശ്വസിക്കുക. സ്നേഹിക്കുക എന്നത് ഒരു കടമയാണ്. സ്നേഹിക്കപ്പെടുക എന്നത് ഒരു സമ്മാനവും ഭാഗ്യവുമാണ്. ഒരാളെ സ്നേഹിക്കുമ്പോൾ അയാൾ തിരിച്ച് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു നേട്ടമാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളാൽ സ്നേഹിക്കപ്പെടേണ്ടത് ജീവിതമാണ്. നഷ്ടപ്പെടുത്തി കളഞ്ഞത് എന്നെങ്കിലും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ തിരിച്ചു കിട്ടാൻ പ്രയാസമാണ്. കാരണം ഈ ലോകത്ത് മനുഷ്യനേക്കാൾ വാശി വേറെ ഒന്നിനുമില്ല. രണ്ട് കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതിലൊന്ന് സഹായിച്ചവരെ മറക്കാതിരിക്കുക. മറ്റൊന്ന് വിശ്വസിച്ചവരെ വഞ്ചിക്കാതിരിക്കുക. സത്യം പറയുന്നവന് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ആത്മാർത്ഥതയോടെ നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. അങ്ങനെയുള്ളവരെ ആരും ഇഷ്ടപ്പെടില്ല എന്ന് മാത്രം. മധുരമൂറുന്ന വാക്കുകൾ പറയുകയും കൃത്രിമ സ്നേഹം കാണിക്കുകയും മുഖസ്തുതിയും പ്രലോഭനങ്ങളും ആണ് എല്ലാവർക്കും വേണ്ടത്. ഇങ്ങനെയുള്ളവരിൽ നിന്നാണ് ചതിയും വഞ്ചനയും വേദനയും ഒക്കെ കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത്. ഇനിയൊരു തിരിച്ചു വരവില്ലെന്നുറപ്പിച്ച് നിന്നിലേക്കിറങ്ങിയ പടവുകളെല്ലാം തിരിച്ചു കയറാൻ ഞാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. പാതി പടവുകൾ താണ്ടിക്കഴിഞ്ഞാൽ പിന്നെ എത്ര ശ്രമിച്ചാലും മുകളിലേക്ക് വെക്കുന്ന കാലുകൾ ഞാൻ അറിയാതെ തിരിച്ച് താഴോട്ട് തന്നെ ഇറങ്ങാറുമുണ്ട്, വീണ്ടും നിന്നിലേക്ക്. തെറ്റിദ്ധരിക്കുന്നവരെ ഞാൻ തിരുത്താൻ ശ്രമിക്കാറില്ല. കാരണം വാദിക്കാനും സ്ഥാപിക്കാനും എനിക്ക് അറിയാഞ്ഞിട്ടല്ല, മറിച്ച് ഒരു തുറന്ന പുസ്തകം പോലെ ഞാൻ പെരുമാറിയിട്ടും അതിലെ ഒരു താളുപോലും മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി എന്തിന് ഞാൻ ഇനിയും എന്നെ കാണിക്കണം? അപ്രതീക്ഷിതമായി ചിലപ്പോൾ ചിലരോട് മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ നമ്മളറിയാതെ അവർ ഏതോ പൂർവ്വജന്മത്തിൽ നമ്മുടെ ആരോ ആയിരുന്നു എന്ന തോന്നൽ ജനിപ്പിക്കാറുണ്ട്. കാരണം തുറന്ന സംസാരമാണ് മനുഷ്യബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നത്. മനസ്സിലൊന്നും പുറമേ ഒന്നും പറയുന്ന കാപട്യത്തേക്കാൾ ഏറ്റവും ഉത്തമം തുറന്നു പറച്ചിൽ തന്നെയാണ്. നമ്മളെ നമുക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും എന്നതാണ് കാര്യവും. ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിർബന്ധിക്കപ്പെടുമ്പോൾ ആര് തന്നെ ആയാലും നോ പറയാനുള്ള അവകാശം നമുക്കുണ്ട്. കുറവുകളിലും അപൂർണതകളിലും വിഷമിക്കേണ്ടതില്ല. ആരും പൂർണ്ണരല്ല. നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ പേരിൽ അഭിപ്രായം തേടേണ്ടതില്ല. നമ്മുടെ ആശയങ്ങൾക്കും വിശ്വാസങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്നതിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. വിരസമായ പകലുകളിലും ഏകാന്തമായ രാവുകളിലും നീ എന്ന ഭ്രാന്തായിരുന്നു എനിക്കഭയം. ഇന്ന് ആ അഭയവും ഒരു ഭയമായി മാറിയിരിക്കുന്നു. നീ എന്ന ഉന്മാദത്തിൽ മുഖമൊളിപ്പിക്കാൻ എനിക്ക് ധൈര്യം പോരാതെയായിരിക്കുന്നു. നീ എന്നിൽ നിന്ന് മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇനിയും ഒരു മടങ്ങിവരവില്ലാത്തവണ്ണം. എനിക്ക് ഞാനാകുവാനേ കഴിയൂ. വാക്കുകൾ കൊണ്ട് അഭിനയിക്കാൻ അറിയില്ല. അതൊരു വലിയ കുറവായിരിക്കാം. പക്ഷേ ഭംഗി വാക്കുകളുടെ ഇല്ലായ്മയിൽ ഒളിപ്പിച്ചു വയ്ക്കുന്ന കാപട്യമില്ല. എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നല്ലതെങ്കിൽ കൂടെ കൂട്ടുക, അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോവുക.